വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. കന്നുകാലികളുടെ വേനൽക്കാല പരിചരണം ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ സീനിയർ വെറ്റിനറി സർജനായ ഡോക്ടർ ശുഭ പരമേശ്വരൻ മറുപടി നൽകിയ പരിപാടി ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ ഡോക്ടർ ശുഭ പരമേശ്വരനൊപ്പം ഷിബു ജോർജ്. ഡോക്ടർ ശുഭ പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ചൂട് കൂടുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രശ്നങ്ങൾ വരാറുണ്ട് മനുഷ്യർക്ക്. അതേമാതിരിയല്ലേ കന്നുകാലികൾക്കും? അതെ, ഓരോ വർഷവും കഴിയുന്തോറും ചൂടിൻ്റെ കാഠിന്യം കൂടി വരികയാണ്. അത് മനുഷ്യർക്കൊപ്പം തന്നെ മൃഗങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഉൽപ്പാദനത്തിൽ കുറവ് വരുന്നുണ്ട്, പ്രത്യുൽപാദന ശേഷിയിൽ കുറവ് വരുന്നുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനോട് ചൂടും വേണം സൂചിപ്പിക്കുക കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ് അല്ലേ? അപ്പോൾ ഈ ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ ഈ ചൂട് വരുമ്പോൾ ഒരു സമ്മർദ്ദത്തിൽ പശുക്കൾ വരാറുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു പ്രധാന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു കർഷകൻ കാണുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പശുക്കൾക്ക് ഈ ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം വന്നിട്ടുണ്ടെന്ന്? ആദ്യ ലക്ഷണമായിട്ട് കന്നുകാലികൾ കാണിക്കുന്നത് അണപ്പ്, വായിക്കൂടെ വെള്ളം ഒലിക്കുക, ഉമിനീര് കൂടുതലായിട്ട് ഒലിക്കുക, തണൽ തേടി പോവുക, വെള്ളം കുടിക്കാനുള്ള ആർത്തി കാണിക്കുക, ഇതൊക്കെയാണ് ലക്ഷണങ്ങളായി കാണിക്കുന്നത്. പിന്നെ തീറ്റയ്ക്ക് മടുപ്പുണ്ടാവാം, കൂടുതൽ നേരം വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ദേഹം പൊള്ളുന്ന അവസ്ഥയുണ്ടാവാം, ഹീറ്റ് സ്ട്രെസ്സായി മരണപ്പെടുക വരെ ഉണ്ടാവാം. ഈ ഹീറ്റ് സ്ട്രോക്ക് വരാറുണ്ടല്ലോ മനുഷ്യരിൽ, പറയാറുണ്ട് ചൂട് സമയത്ത് പുറത്തു പോകരുത്, നല്ല വെയിലുള്ള സമയത്ത് സ്പെഷ്യലി. അപ്പം ഈ നമ്മുടെ കന്നുകാലികൾക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാറുണ്ടോ? ഉണ്ടാവില്ല. കൂടുതൽ നേരം വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുക, മരണം വരെ സംഭവിക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ സമയത്ത് കന്നുകാലികളെ നമ്മൾ വെയിലത്ത് വിടാതിരിക്കുന്ന ഏറ്റവും അതെ, തീറ്റയ്ക്കായിട്ട് അഴിച്ച് പുറത്ത് കെട്ടേണ്ടി വന്നാലും രാവിലെ 10 മണിക്ക് ശേഷം വൈകിട്ടൊരു 3-4 മണി വരെ പുറത്ത് കെട്ടാതിരിക്കുന്നതാണ് ഉത്തമം. പിന്നെ ഈ നമ്മുടെ ഉൽപ്പാദനം കുറച്ചിൽ ഇതും കാണാറുണ്ട്, മിൽക്ക് പ്രൊഡക്ഷനൊക്കെ കുറയാറുണ്ട്. അപ്പോൾ ഇത് എന്തോ തീറ്റ കുറവെടുക്കുന്നതുകൊണ്ടാണോ അതോ കാലാവസ്ഥ അല്ലെങ്കിൽ ചൂട് കൂടുന്നതുകൊണ്ട് അവരുടെ ഒരു ജനറൽ സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നതുകൊണ്ടാണോ? ശരീരത്തിൻ്റെ ചൂട് കൂടുമ്പോൾ ചൂടിനെ കുറയ്ക്കാനായിട്ട് പല കാര്യങ്ങളും കന്നുകാലികൾ സ്വയമേ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് തന്നെയാണ് ആണെങ്കിൽ ആഹാരം വയറ് നിറച്ച് കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിയർക്കുകയും ചൂട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ കന്നുകാലികൾക്കും ആഹാരം കൂടുതൽ കഴിച്ചാൽ ചൂട് കൂടും. അപ്പം അത് കാരണം തീറ്റയ്ക്ക് കുറച്ച് മടി കാണിക്കുകയും തീറ്റ കുറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ പൊതുവെയുള്ള മെറ്റബോളിസം, അതിൻ്റെ ദഹന പ്രക്രിയ തന്നെ കുറച്ച് സ്ലോ ആവും. അത് കാരണം പാലുൽപാദനം കുറയും. പാലുൽപാദനത്തിനായാലും ദഹനത്തിനായാലും എല്ലാം എനർജി വേണം. ആ എനർജി കൂടുതലും ഈ താപത്തിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് കന്നുകാലികൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഉൽപാദനം കുറയുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ ചൂട് എന്തായാലും സാധാരണത്തിനെക്കാട്ടിലും കൂടി താപനില നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ഫീൽഡിൽ നമ്മൾ എന്തുവാ പൊതുവെ നിങ്ങൾ കാണുന്നത്? കന്നുകാലികൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഇത് കാര്യമായിട്ട് ഈ കാര്യം ബാധിക്കുന്നുണ്ടോ? പ്രധാന കാര്യം വെള്ളത്തിൻ്റെ ലഭ്യത. നല്ല രീതിയിൽ വെള്ളം വേണം, കുടിക്കാനും വെള്ളം വേണം, ചൂടിനെ നിയന്ത്രിക്കാനും കർഷകർക്ക് വെള്ളം കൂടുതലായിട്ട് വേണം. പശുവിനെ പരിപാലിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ദൗർലഭ്യതയും ചൂടിനോടൊപ്പം തന്നെ വരുന്നൊരു ഘടകമാണ്. പിന്നെ അതുകൂടാതെ ഉൽപ്പാദനത്തിൽ കുറവ്, പിന്നെ ചന പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുതൽ കാരണം ചൂട് കാലത്താണ്. ഇതൊക്കെയാണ് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഈ ചൂട് മൂലം മരണപ്പെടുന്നതും ഉണ്ട്, കുറച്ചൊക്കെയെങ്കിലും മരണം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് സാധാരണമായിട്ട് കാണാറുണ്ടോ? അത് ഉണ്ട്. ഇപ്പം തന്നെ ഈ ഇത്രയും ചൂട് ഇത്രയും നാളിൽ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളെങ്കിൽ പോലും മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് നോക്കുമ്പോൾ കർഷകർ ഈ സങ്കരയിനം പശുക്കളെയാണല്ലോ വളർത്തുന്നത്. എനിക്ക് തോന്നുന്നു സങ്കരയിന പശുക്കൾക്കാണ് ഇത് പ്രശ്നങ്ങളും അധികം വരുന്നത് നമ്മുടെ നാടൻ പശുവിനെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ. സാധാരണ സങ്കരയിനത്തിൽപ്പെട്ട ഒരു പശുവിന് ഏകദേശം ഒരു 22 ഡിഗ്രി സെൽഷ്യസ് വരെ താങ്ങാനുള്ള ശേഷിയേ ഉള്ളൂ. നമ്മുടെ കാലാവസ്ഥയിൽ 35-39 വരെയൊക്കെ താപനില പോയി കഴിഞ്ഞു. അതിനേക്കാൾ കൂടുതലുണ്ടാവും. അപ്പം അതിൻ്റെ ഒരു ഓപ്റ്റിമം പ്രൊഡക്ഷൻ ലെവൽ എല്ലാം കിട്ടുന്നത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന താപനിലയേക്കാൾ ഒരു 10-15 ഡിഗ്രിക്കകം കൂടുതലാണ് ഇപ്പം തന്നെ നിൽക്കുന്നത്. അത് തന്നെ അതിന് വലിയൊരു സ്ട്രെസ് ആണ്. നാടൻ പശുക്കൾക്കാണെങ്കിൽ കുറച്ചും കൂടെ താപത അഭിമുഖീകരിക്കാനുള്ള കഴിവ് കൂടുതലുണ്ട്. നമ്മുടെ കാലാവസ്ഥയിൽ അനുയോജിച്ച് പോയതുകൊണ്ട് അവർക്ക് അതിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ ഒരു ക്ഷമത കൂടുതലാണ്. മാഡം ഒരു കോൾ ഉണ്ട്, ആദ്യം ഒന്ന് എടുത്തേക്കാം. ഹലോ. ആരാണ് സംസാരിക്കുന്നത്? കൊല്ലം ജില്ല കുടിക്കോടുന്ന സ്ഥലത്ത് സദാശിവനാണ്. സദാശിവൻ സാർ, മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ചോളൂ. നമസ്കാരം.
വേനൽക്കാലത്ത് തീറ്റയ്ക്ക് വല്ല മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ടുണ്ടോ? പശുക്കൾക്കുള്ള തീറ്റയിലാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിന് തണുത്ത വെള്ളം എപ്പോഴും കുടിക്കാനായിട്ട് അതിൻ്റെ മുമ്പിലുണ്ടായിരിക്കണം. തീറ്റയിൽ വരുത്തേണ്ട മാറ്റം പച്ചപ്പുല്ല് കഴിവതും പകൽ സമയത്ത് കൊടുത്തിട്ട് വൈക്കോലും നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റയും രാവിലെയും വൈകിട്ടും ചൂട് കുറഞ്ഞ സമയത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്. ഇങ്ങനെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ വർഷം അതിഭയങ്കരമായ ചൂടാണ്. ഈ വർഷം അതെ, ചില നാളായിട്ട് ഇതുവരെ ഇതുപോലത്തെ ചൂടുണ്ടായിട്ടില്ല. ഞാൻ 37 വർഷം കൊണ്ട് പശുവിനെ വളർത്തുന്നതാ. അതെ. 6-7 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പശുക്കളെ കൊടുക്കേണ്ടതായിട്ട് വന്ന് എനിക്ക് രാവിലെ ഉള്ളായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് പച്ച വെള്ളം കൊടുക്കുന്ന സമയത്ത് കുറച്ച് സോഡാപ്പൊടി, കാരണം ഉമിനീര് കൂടെ കൂടുതലും സോഡിയം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് അതിൻ്റെ ദഹനം കുറച്ച് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഉച്ചയ്ക്കൊക്കെ പച്ചവെള്ളം കൊടുക്കുമ്പോൾ അതിൽ ഒരു 30 ഗ്രാം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഓരോ ഡോക്ടർമാർ ഓരോന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഇന്നാലൊരു ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ സോഡാപ്പൊടി കൊടുത്തുവിടാ, എന്തെങ്കിലും വയറുപെരുക്കുള്ള സമയത്തെ സോഡാപ്പൊടി കൊടുക്കാവുന്നു. മറ്റൊരു ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഉണക്ക സമയത്ത് സോഡാപ്പൊടി കൊടുക്കണമെന്ന്. പലരും പല രീതിക്കാറുണ്ട്. ഉമിനീരിൽ കൂടെ കൂടുതലായിട്ട് അമ്ലത്വം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ആണ് ഈ സോഡാപ്പൊടി കൊടുക്കണമെന്ന് പറയുന്നത്. കൂടുതൽ ചൂട് കൂടുന്നതിന് ഉമിനീര് കൂടുതലായിട്ട് സ്രവിക്കുമല്ലോ, ഒത്തിരി വായിന്ന് വെള്ളം പുറത്തേക്ക് പോകുമല്ലോ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് അതിനെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോഡാപ്പൊടി കൊടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ കൊടുക്കണമെന്നില്ല. അനുസരിച്ച് പറഞ്ഞു ഒരു സംശയം, എന്നെ ഈ കിടാവായിരുന്നുള്ളത്. അത് പ്രസവിക്കാറായ സമയത്ത് അതിന്റെ പുറത്തെ മുടുക്ക് രക്തം കുടിക്കുമ്പോൾ ബലൂൺ പോലെ വീർക്കുന്ന ഒരു പേന് അതങ്ങ് ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ അതിനൊരു മരുന്ന് പുറത്ത് വെക്കാനായിട്ട് വന്ന് ഈ സെല്ലിന്റെ ഫോട്ടോകളൊരു മരുന്നായിരുന്നു. അത് കുറേ ദിവസം കംപ്ലീറ്റ് മാറിയില്ല. പിന്നെ അങ്ങനെ വേറൊരു ഡോക്ടർ റേഡിയോ കൂടെ പറഞ്ഞ തുള്ളിയായിട്ട് ബന്ധപ്പെട്ടു. പുള്ളി പറഞ്ഞൊരു തുള്ളി മരുന്നുണ്ട്, അത് വേറിട്ട് തുള്ളിയായിട്ട് അതിന്റെ ദേഹത്ത് മൊത്തം എടുത്തിട്ട് ഒരു ദിവസം കുളിപ്പിക്കാൻ നടത്തിരുന്നു, അത് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മരുന്നും മേടിച്ച് തേച്ച് നോക്കി. എന്നിട്ട് അത് മാറിയില്ല, കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രസവിച്ചതിന് ശേഷം ഒത്തിരി കുറഞ്ഞിരുന്നേന്. ഇപ്പൊ ഒരു 3-4 ദിവസം കൊണ്ട് വീണ്ടും അത് കഴുത്തില് ചാടിയില് ചെവിയില് ഈ ഭാഗത്താണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമത്? അത് മരുന്ന് പുരട്ടിയിട്ട് മാറുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ഈ ചെള്ളും പേനും ഒന്നും ഈ പശുക്കളുടെ ദേഹത്തല്ല പെറ്റ് പെരുകുന്നത്. അത് അതിൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് തൊഴുത്തിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും മുട്ടയിട്ടിട്ട് പെറ്റ് പെരുകുന്നത്. അപ്പം നമ്മൾ തേക്കുന്ന മരുന്ന് പശുവിൻ്റെ ദേഹത്ത് മാത്രമേ ഉള്ളത് കൊണ്ട് ആ സമയത്ത് ദേഹത്തുള്ള പരാതങ്ങൾ മാത്രമേ നശിച്ചു പോവുള്ളൂ. അതുകൊണ്ട് ഒരു 15 ദിവസം ഇടവിട്ട് ഈ മരുന്ന് ഒരു 3 തവണയെങ്കിലും അടിക്കുകയും തൊഴുത്തൊക്കെ വൃത്തിയായിട്ട് തൂത്ത് വൃത്തിയാക്കി ഒന്ന് അതിനകത്തുള്ള അഴുക്കുകളെല്ലാം ഒന്ന് തീയിട്ട് നശിപ്പിക്കുകയും കൂടെ ചെയ്താലാണ് പൂർണ്ണമായിട്ടും നമുക്കിത് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഇത്രയും വർഷമായിട്ട് പശുക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് സംഭവം ഉണ്ടാവും. അതെ, ഒരിക്കലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശരീരത്തിന് പുറത്ത് പെറ്റ് പെരുകുന്നതുകൊണ്ട് അത് കൂടുതൽ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കും. അതിനെ നിയന്ത്രിക്കാൻ ഈ രീതിയിൽ മാത്രം നമുക്ക് ചെയ്തെങ്കിലേ സാധിക്കുള്ളൂ. ഡോക്ടർ ഇവിടെ തോന്നുന്നു പറഞ്ഞാൽ തൊഴുത്തിൽ എവിടെയെങ്കിലും ഇതിന്റെ ഒരു ഇത് സ്രോതസ് കാണും, അല്ലെങ്കിൽ ചുറ്റുപാടും. എങ്ങനെ ഇതിന്റെ ഉത്പാദനം ഇത് കൂടുതൽ ഉണ്ടാവുന്ന എങ്ങനെ പുല്ലുകൂടാണോ അതോ? പുല്ലിക്കൂടല്ല, ഇത് ജീവികൾ തന്നെയാണല്ലോ. അത് മുട്ടയിട്ട് പെരുകുന്നതാണ്. പക്ഷേ മുട്ടയിടുന്നത് പശുവിന്റെ ശരീരത്തിൽ നിന്ന് വെളിയിലായിരിക്കും. തൊഴുത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ദ്വാരത്തിലൊക്കെ കയറി ഇരുന്നായിരിക്കും ഇത് പെരുകുന്നത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മരുന്ന് പുരട്ടിയെന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ട് മാറണമെന്നില്ല. 6 ദിവസം മരുന്ന് ഇത് തീർന്നു ഇങ്ങനെ തേച്ച് ഒരു 15 ദിവസം ഇടവിട്ട് ഒരു 3 തവണ അടുപ്പിച്ച് തേക്കുകയും അതിനോടൊപ്പം തന്നെ തൊഴുത്തും പരിസരവും വൃത്തിയായി തൂത്ത് തൊഴുത്തിലെല്ലാം ഞാൻ തീ കത്തിച്ച് കാണിച്ചായിരുന്നു. അണുവിമുക്തം ചെയ്താൽ നല്ലതായിരിക്കും. അത് മാറാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പം ഈ പുള്ളിക്കാരൻ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ചുറ്റുപാടും ശുചീകരണം ഇച്ചിരി ആവശ്യമാണെന്നാണ് തോന്നുന്നത് അല്ലേ? അത് പെട്ടെന്ന് മാറാൻ എളുപ്പമല്ല. ഒരു നല്ല രീതിയിൽ പെരുകി കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പെറ്റ് പെരുകുന്ന വെളിയിലായതുകൊണ്ടും മറ്റ് ഏതെങ്കിലും ഒരു പശുവിൻ്റെ ദേഹത്ത് നിന്ന് തിരിച്ചിങ്ങോട്ട് കയറാൻ സാധ്യതയുള്ളത് കൊണ്ടും കൺട്രോൾ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. എസ്പെഷ്യലി വേനൽക്കാലത്ത് അല്ലെങ്കിൽ ചൂട് കൂടുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ ബാഹ്യപരാധങ്ങളും ഇതുങ്ങളും കൂടുന്നത് അല്ലേ? ഈ ചെള്ളുകളൊക്കെ കൂടുന്നത് കൊണ്ടാണ്. ഇത് ചെള്ളുകൾ ചോര കുടിക്കും എന്നുള്ളത് കൂടാതെ തന്നെ പല അസുഖങ്ങളും പരത്തുന്നതും ഈ ചെള്ളുകളാണ്. അതാണ് ഏറ്റവും പശുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ വിളിച്ച ശ്രോതാവ് പറഞ്ഞ മാതിരി തന്നെ എത്രയും നാൾ മരുന്ന് പെരട്ടി എന്നാലും അത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിപ്പം പറഞ്ഞ മാതിരി തന്നെ അപ്പം ചുറ്റുപാട് എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു താവളം കാണും, ഈ ചെള്ളുകളൊക്കെ പെരുകുന്നത്, അല്ലെങ്കിൽ ആ തൊഴുത്തിൻ്റെ അകത്ത് തന്നെ വല്ലതും ദ്വാരത്തിൻ്റെ അകത്തോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ മരുന്നടിച്ചൊന്ന് ശുചീകരണം ചെയ്താൽ ചിലപ്പം ഒരു ഇത് കിട്ടാൻ സാധ്യതയുണ്ടല്ലേ? സാധ്യതയുണ്ട്. പിന്നെ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ അളവ്, അത് പറയുന്ന രീതിയിലുള്ള കോൺസെൻട്രേഷനിലല്ല ഉപയോഗിച്ചെങ്കിലും അതും ഇതിനെ നശിപ്പിക്കാതിരിക്കാൻ ഒരു കാരണമാവും. പറഞ്ഞ തോതും എത്ര നാൾ ഉപയോഗിക്കണം. അതെ. പിന്നെ സ്പ്രേ ചെയ്യുന്നതും
നമ്മുടെ ഇതെല്ലാം കുറച്ച് വിഷാംശമുള്ള മരുന്നുകളാണ്, സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം എന്നുള്ളത് മാത്രമേ. ഡോക്ടർ, ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ. ഹലോ, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? സാർ രാമേന്ദ്രൻ ചിങ്ങോലി നടക്കുന്നത്. ചോദിച്ചോളൂ, എന്തുവാണ് ചോദിക്കാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരം. സാർ, എന്റെ പശുവിനെ ഞാൻ കഴിഞ്ഞ പശുവായിരുന്നു, ആദ്യമേ ഒന്ന് പ്രസവിച്ച് പിന്നെ അത് കുറച്ച് അധികം നാളെ കൊണ്ട് കുത്തിവെച്ചിട്ട് ചന പിടിക്കുന്നില്ല സാറേ. പ്രസവിച്ചിട്ട് എത്ര നാളായി? പ്രസവിച്ചപ്പോൾ 7 മാസമായി സാർ. എത്ര തവണ കുത്തിവെച്ചു? ഇപ്പോൾ 9 പ്രാവശ്യം കുത്തി സാറേ. കൃത്യമായിട്ട് 21 ദിവസം കൂടുമ്പം ഹീറ്റ് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ? ഉണ്ട് സാർ, ലക്ഷണമൊക്കെ കാണിക്കുന്നത് സാറേ. 4 ദിവസം അതിന്റെ പീരീഡ് നിൽക്കുന്നത്, 4ാമത്തെ ദിവസം അതിന്റെ പീരീഡ് അങ്ങ് നിന്ന് പോകുമ്പോൾ. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് ഒരു 3 തവണയെങ്കിലും കുത്തിവെച്ചിട്ട് ചന പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വിദഗ്ധരായ ഡോക്ടർമാരെ ആരെങ്കിലും കൊണ്ട് പരിശോധിപ്പിച്ച് അതിന് വേണ്ട ചികിത്സ കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ചന പിടിക്കാൻ സാധ്യത കൂടുതലായിട്ട് ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണ് പരിശോധിക്കാതെ നമുക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുത്തിവെക്കാനായിട്ട് ഡോക്ടറെ വിളിക്കാതെ ഇതിന് പലതവണ കുത്തിവെച്ചിട്ടും ചന പിടിച്ചിട്ടില്ല, ഇതിനെ പരിശോധിക്കണം എന്നുള്ള രീതിയിൽ ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞ് വേണം കൊണ്ടുവരാനായിട്ട്. കാരണം കുത്തിവെക്കാവുന്ന സമയത്ത് വന്ന ഡോക്ടർ അതിൻ്റെ ഗർഭാശയം മുഴുവൻ പരിശോധിക്കുകയും കൃത്യമായിട്ട് അതിൻ്റെ ഇത് മനസ്സിലാക്കുകയില്ല. അപ്പം കൊണ്ടുവരുന്ന മരുന്ന് കുത്തിവെക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമായിട്ടും ഡോക്ടർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതിനെ പരിശോധിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഡോക്ടറെ കൊണ്ട് പരിശോധിച്ച് അതിൻ്റെ ചികിത്സ ചെയ്യുകയാണ് വേണ്ടത്. ചന പിടിക്കും. അപ്പോൾ ഈ ചന പിടിക്കുന്നത് പുള്ളിക്കാരൻ പറഞ്ഞു 9 പ്രാവശ്യം കുത്തിവെച്ച് എന്നാലും ചന പിടിക്കുന്നില്ലെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് വല്ലതും അതിൻ്റെ ക്ലൈമറ്റിക് എഫക്റ്റ് വല്ലതും വരാനുള്ള സാധ്യത കാണുമോ അതിൽ? ചൂടുകാലത്ത് പൊതുവേ ചന പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നില്ല, പല കാരണങ്ങളും കൊണ്ടും ചന പിടിക്കാതിരിക്കാം. അത് പ്രധാനമായിട്ടും പശു ഹീറ്റാവുന്ന സമയത്ത് കുത്തിവെക്കണം എന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സമയത്ത് കൃത്യമായിട്ട് ഇത് പരിശോധന നടത്തണമെന്നില്ല. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ അതൊക്കെ നോക്കി നമ്മൾ കുത്തിവെക്കുന്ന സമയത്ത് കുത്തിവെക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ചെയ്യുക. അപ്പം ഒന്ന് പരിശോധിച്ച് കാരണം എന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫിസിയോളജിക്കൽ ഡിസോർഡറോ അല്ലെങ്കിൽ ഉണ്ടാവാം, ചിലപ്പം ചാൻസസ് ഇൻഫെക്ഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് കുത്തിവെക്കുന്ന സമയത്തിൻ്റെ വ്യത്യാസമാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റുകളോ എന്തെങ്കിലും ഡിഫോമിറ്റി ഉള്ളത് കൊണ്ടുമാവാം. മാഡം, ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ. ഹലോ. ഹരിതം, ഹലോ, ആകാശവാണിയിലെ സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സുമ, ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുകയാണേ. ഒരു ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചോളൂ. ഞങ്ങളൊരു പശുക്കിടാവിനെ വാങ്ങിച്ചു, ഒരു 5 മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നത്. അപ്പൊ ആ ക്രാവ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് നടക്കുമ്പോണ്ടല്ലോ ഈ ബാക്ക് കൊണ്ട് ഇങ്ങനെ ഒരു ആട്ടം പോലെ വീഴാൻ തുടങ്ങുന്ന പോലെ. വാങ്ങിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? വാങ്ങിച്ചിട്ട് ഇപ്പൊ 2 ആഴ്ചയായുള്ളൂ. ഒരുപാട് ക്ഷീണിച്ച് നിൽക്കുന്ന കിടാവാണോ? അല്ല, നന്നായിട്ടാണ് നിൽക്കുന്നത്. തീറ്റയൊക്കെ എടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നടക്കുമ്പോൾ നമുക്ക് ഈ ബാക്ക് ഇങ്ങനെ 2 കാലും കൂടെ ആടി പോകുന്ന പോലെ തോന്നും. അതിന്റെ ഇടയ്ക്ക് പുറകോട്ട് വന്നിട്ട് വീഴാൻ തുടങ്ങും. കാലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനൊന്നുമില്ല. അവര് പറഞ്ഞ അവര് കൂട്ടിന്ന് വെളിയിൽ ഇറക്കാറില്ലായിരുന്നു ഞങ്ങൾ വാങ്ങിച്ച വീട്ടുകാരെ. കൂട്ടിൽ തന്നെ നിർത്തി അവര് തീറ്റയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു. ഇങ്ങനെ വീഴുവോ മറ്റോ ചെയ്തോ? വീഴാൻ പോയതേ ഉള്ളോ? വീഴുന്നുണ്ട്, ഇടയ്ക്ക് പുറകോട്ട് ഇങ്ങനെ പോകുന്ന പോലെ. ആണോ? അധികം വെളിയിൽ ഇറക്കാതെ വളർത്തിയ പശുക്കളാണെങ്കിൽ ചിലപ്പം അത്ര ഡെവലപ്മെന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. കാണാതെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ഡോക്ടറെ ഒന്നുകൊണ്ട് കാണിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, നമ്മള് വേറെ എന്തെങ്കിലും മരുന്ന് കൊടുക്കുവോ എന്തെങ്കിലും? ഇല്ല, അത് കാണാതെ പരീക്ഷണം ചെയ്തിട്ടേ ഒന്ന് നോക്കിയിട്ട് എന്താണ് പ്രശ്നമെന്ന് അറിയാതെ അതിന് പറയാൻ പറ്റില്ല. അപ്പം സുമാമയുടെ ഒരു കാര്യം ചെയ്യുക, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അത് നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ഒരു ഞങ്ങളുടെ അടുത്തുള്ള മൃഗാശുപത്രി ചെന്ന് പറഞ്ഞു ഒന്ന് കൊണ്ട് കാണിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ പശുക്കളൊക്കെ വാങ്ങിച്ച് 2 ആഴ്ചക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ പ്രശ്നം വരുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫിസിക്കൽ ഡിഫോമിറ്റി കാണാനുള്ള ചാൻസസ് ഉണ്ട്. കാണാതെ നമുക്ക് പറയാൻ പറ്റില്ല. കാണാതെ പറയാൻ പറ്റത്തില്ല, ഇതെന്ന് ശരി തന്നെ. മാഡം, നമ്മൾ ഈ വേനൽക്കാല പരിചരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ആദ്യത്തെ ശ്രോതാവ് തന്നെ ചോദിച്ച് തീറ്റയിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ അത് ഇച്ചിരി കൂടെ ഒന്ന് വിശദീകരിക്കാമോ? പൊതുവേ ചൂട് കൂടുന്ന സമയത്ത് പശുക്കൾ തീറ്റ എടുക്കാൻ മടി കാണിക്കും. കാരണം തീറ്റ കൂടുതൽ ചെല്ലുമ്പോൾ ശരീരോഷ്മാവ് കൂടുന്നത് കൊണ്ട് തന്നെ തീറ്റ എടുക്കാനൊരു മടി കാണിക്കും. അപ്പം ഉച്ച സമയത്ത് അല്ലെങ്കിൽ ചൂട് കൂടുതൽ ഉള്ള സമയത്ത് ഈ ഖരാഹാരങ്ങൾ അധികം കൊടുക്കാതെ, കോൺസെൻട്രേറ്റ്സ് അധികം കൊടുക്കാതെ രാവിലെയും വൈകിട്ടും ചൂട് കുറഞ്ഞ സമയത്തേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് നല്ല തണുത്ത പച്ചവെള്ളം കുടിക്കാനായിട്ട് നൽകാം. രാത്രിയും പകലും അതിൻ്റെ മുമ്പിൽ വെള്ളം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വൈക്കോലും രാവിലെയും വൈകിട്ടും ആക്കുക. അതിന് ദഹിക്കാനായിട്ട് കൂടുതൽ എനർജി വേണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ അത് ചവച്ചരച്ച് ദഹിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ എനർജി വേണ്ടതുകൊണ്ട് അത് തണുപ്പ് ഉള്ള സമയത്ത് രാവിലെയും വൈകിട്ടും ആക്കി മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഖരാഹാരം മേഡം പറഞ്ഞ് അതിൻ്റെ ഒരു സമയം മാറ്റാനാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ കൊടുക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് മാറ്റേണ്ടതിരിക്കുന്നുണ്ടോ? ഇല്ല, ഒരു ദിവസം കൊടുക്കേണ്ട ക്വാണ്ടിറ്റി കൊടുക്കുക. നല്ല മേന്മ ഉറപ്പാക്കണം എന്നുള്ളതാണ്
പ്രത്യേകിച്ച്. മേഡം ഇത് നമ്മൾ മുന്നോട്ട് സംസാരിക്കാം. ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? സാറേ നൂറാട് നിന്നാണ്, ആലപ്പുഴ ജില്ലയിൽ നൂറാട് നിന്ന് ബിജുകുമാർ എന്ന് പറയും. ചോദിച്ചോളൂ സാർ. ഒരു പോത്തിനെ മേടിച്ചായിരുന്നു. എൻ്റെ വയസ്സ് അറിയത്തില്ല, കാരണം മാർക്കറ്റിൽ നിന്ന് മേടിച്ചായിരുന്നു. ആ അതിപ്പോൾ കുറച്ച് ആളെ കൊണ്ട് ഈ പിന്നെ തീറ്റയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പൊ ഇതിന്റെ അടുത്തിടെ കൊണ്ട് ഈ ചൂട് കൂടിയ സമയത്ത് എന്തോ തരത്തില് തീറ്റ എടുക്കാനും വെള്ളം കുടിക്കാനൊക്കെ ഒരു ചെറിയ മടി കാണിക്കും. ചൂട് കൂടുന്ന സമയത്ത് തീറ്റയെടുക്കാൻ പൊതുവെ കന്നുകാലികൾ മടി കാണിക്കാറുണ്ട്. പകല് വെളിയിൽ കൊണ്ട് കെട്ടുന്ന പതിവുണ്ടോ? വയല് ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പൊ വെള്ളമൊക്കെ പറ്റിയതിന്റെ പേര് വയലിൽ വെള്ളമില്ല. പിന്നെ ആ പൈപ്പിൻ ചവിട്ടിന്നൊക്കെ ഓസ് പിടിച്ചാൽ വെള്ളം ഒഴിക്കാറുണ്ട്. കൂടുതൽ വെയിലുള്ളിടത്ത് പകല് കെട്ടാതിരിക്കുക, ഇല്ല തണലത്ത് കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക. പകൽ സമയത്ത് തീറ്റ കൊടുക്കുന്നത് രാവിലെയും വൈകിട്ട് ആക്കുക. തണുപ്പുള്ള സമയം നോക്കി തീറ്റ കൊടുക്കുക. സാറേ ഞാൻ ഈ രാവിലെ 10 മണിക്കൊന്ന് കൊടുക്കും, പിന്നെ ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോഴത്തെ ഒന്ന് കൊടുക്കും, പിന്നെ 3 മണിക്ക് ഒന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഉച്ചക്കലത്തേത് അങ്ങ് ഒഴിവാക്കുക, രാവിലെയും വൈകിട്ട് ആക്കുക. തീറ്റ എടുക്കാൻ പൊതുവേ മടി കാണിക്കാറുണ്ട്. ഉച്ചയ്ക്ക് തീറ്റ കൊടുത്താൽ അതിന് ശരീരത്തിൻ്റെ ചൂട് കൂടുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് തീറ്റ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതിനിടയ്ക്ക് ഈ മറ്റേ തീറ്റ എടുക്കാതെ വന്നപ്പോഴത്തെ കച്ചി മേടിച്ച് കൊടുത്തപ്പോൾ അത് ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്, വയ്യാതെ വന്നാലും. എല്ലാവരും പറഞ്ഞ കച്ചി അങ്ങനെ കൊടുത്തു വിടാന്ന് പറയാം. കച്ചി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കച്ചി മാത്രമായാൽ അതിന് വേണ്ടുന്ന പോഷകങ്ങൾ കിട്ടാതെ വരും. അതുകൊണ്ട് പച്ചപ്പുല്ലിനോടൊപ്പം കച്ചി നൽകുന്നതായിരിക്കും നല്ലത്. ശരി, അത് കച്ചി കൊടുക്കണമെന്ന് പറയും. പിന്നെ നമ്മളിപ്പോൾ രാവിലെ ഞാനിപ്പോൾ വെള്ളം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗോതമ്പിന്റെ ഈ നുറുക്ക് അത് കടയിൽ നിന്ന് മേടിക്കുമായിരുന്നു. ഗോതമ്പിന്റെ അവിടെ മേടിച്ചപ്പോൾ ഓക്കെ പിണ്ണാക്കും ശകലം എടുത്തിട്ട് എന്നിട്ട് നമ്മുടെ ഈ പുളിയരിപ്പൊടി പച്ച അതെല്ലാം കൂടെ വേവിച്ചാണ് ഈ കൊടുത്തുകൊണ്ടിരുന്നത്. അതാണെങ്കിൽ ഇഷ്ടം പോലെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് 2 ദിവസം കൊണ്ട് അത് ഇപ്പോൾ എടുക്കാൻ മടിക്കും, മണപ്പിച്ചിട്ടങ്ങ് മാറുക. ബാക്കി തീറ്റ അയവെട്ടുന്നൊക്കെ ഉണ്ടല്ലോ, വേറെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, മറ്റുള്ള കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല. അത് ഉച്ചക്കുള്ള തീറ്റ ഒഴിവാക്കി രാവിലെയും വൈകിട്ടും കൊടുക്കാനായിട്ട് നോക്കിയാട്ടെ. അതിനോടൊപ്പം പച്ചവെള്ളം കൊടുക്കാനും ശ്രദ്ധിച്ചാട്ടെ. പിന്നെ പച്ചപ്പുല്ലിനോടൊപ്പം കച്ചി കൊടുക്കുക, അല്ലാതെ കച്ചി മാത്രമായി കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിനുള്ള. സാറേ അത് അങ്ങനെയല്ല, പച്ചപ്പുല്ലാണ്. നമ്മൾ പോയി പുല്ലൊക്കെ അറുത്തോണ്ട് വന്നിട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു, കഴിക്കുമായിരുന്നു. ഇതിപ്പം ഇത് തിന്നാതെ വന്നപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ഈ പുല്ല് മേടിച്ചു കൊടുക്കുന്നത്. വേറെ നമ്മുടെ അടുത്ത് അപ്പുറത്തെ ഒരു വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ പോത്തിനെ വളർന്നത്, അവരാ പറഞ്ഞ അങ്ങനെ കച്ചി മേടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അത് ഇഷ്ടം പോലെ കഴിക്കുന്നു. ആഹാരം കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. തീരെ ആഹാരം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്നെന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം കച്ചി തിന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയവെട്ടൊന്നും നോർമലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടുമായിട്ട് തീറ്റ പരിമിതപ്പെടുത്തി കൊടുക്കുക. ഉച്ച സമയത്ത് അധികം തീറ്റ കൊടുക്കാതിരിക്കുക, വെയിലത്ത് കൊണ്ട് കെട്ടാതിരിക്കുകയും ചെയ്താൽ മതിയാവും. പിന്നെ വിരമരുന്നൊക്കെ കൊടുത്തിട്ട് ഒരുപാട് നാളായോ? ഇല്ല, അതിന് മരുന്നൊന്നുമില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ ചൂട് കൂടിയതിന് ശേഷമാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു മഴ പെയ്തതിന് ശേഷം വലിയ കുഴപ്പമില്ല 2 ദിവസം. വീണ്ടും 2 ദിവസം ചൂടായപ്പോഴത്തേക്ക് ചൂട് കൂടുന്നത് കൊണ്ട് തീറ്റയ്ക്ക് മടി വരും, സ്വാഭാവികമായിട്ടും വരുന്ന മടിയാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. തണുത്ത സമയത്ത് തീറ്റ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, താങ്ക് യു. മേഡം ഈ പശുവും പോത്തിന് സാധാരണയായിട്ട് എനിക്ക് തോന്നുന്നു ഹീറ്റ് സ്ട്രെസ് ഇച്ചിരി കൂടെ അധികമാവും അല്ലേ? അപ്പോൾ ഇതിന് പരിപാലനം കുറച്ച് വ്യത്യാസം കാണുമല്ലോ അല്ലേ? പരിപാലനത്തിന് ഇത് തന്നെ ഉള്ളൂ, നല്ല വെയിലത്ത് കൊണ്ട് കെട്ടാതിരിക്കുക. പശുക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ബുദ്ധിമുട്ട് ഇതിനും ഉണ്ടാവും. സാധാരണ പോത്തിനെ വളർത്തുന്നവർ വയലിലഴിച്ച് വിട്ടിട്ട് അതിനെ അങ്ങനെ അങ്ങ് വളർത്തുകയാണ് ചെയ്യാറ്. അതിനും വേണ്ട പരിചരണം കൊടുത്തു തന്നെ വേണം. പക്ഷേ പകൽ സമയത്ത് വലിയ വെയിൽ കൊള്ളിക്കാതെ തണലത്ത് തന്നെ കെട്ടിയിടാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. എല്ലാത്തിനും തീറ്റയ്ക്ക് മടിയെന്നുള്ളത് ചൂടുകാലത്ത് വരാൻ പൊതുവെ വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം വെള്ളം എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും കൊടുക്കാം, അല്ല അതിനൊരു റെസ്ട്രിക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ശുദ്ധജലം അതിന് മുമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമുക്കായാലും നല്ല വെയിലത്ത് നിന്ന് കയറി വന്നാൽ നമുക്ക് വെള്ളം കുടിക്കാനായിരിക്കും ആദ്യം തോന്നുന്നത്. ഇപ്പം തോന്നുന്ന സമയത്തിന് വെള്ളം മുമ്പിലുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാകാതിരിക്കും. ഒരു ശ്രോതാവുണ്ട്. ഹലോ. ഹലോ. മേഡം നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ആലപ്പി മണ്ണഞ്ചേരിന്ന് ഗീതാ മുരളിയാണ്. ഗീത മേഡം ചോദിച്ചോളൂ, സംശയങ്ങൾ എന്തുവാന്ന് വെച്ചാൽ. അതെ, എന്റെ ഒരു കന്നിക്കിടാവായിരുന്നു. അപ്പം കിടാവിന് ഇപ്പം ഒരു 5 മാസം ആയപ്പോഴത്തേക്ക് അത് അബോർഷൻ ആയിപ്പോയായിരുന്നു. പാല് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോഴത്തേക്ക് കറന്ന് കളയണം, ഇല്ലാന്നുണ്ടെങ്കിൽ അകിട് വീക്കം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാനത് ഒരു 5-6 ദിവസമായിട്ട് കറന്ന് കളഞ്ഞോണ്ടിരിക്കുവാണ്. കറന്ന് കളയണ്ട, ഉപയോഗിക്കാമല്ലോ. നമ്മൾ ആദ്യത്തെ പാലൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ 1 ലിറ്റർ കൂടുതൽ പാലുണ്ടായിരുന്നു. ഇത്ര ദിവസമായി? ഇപ്പൊ ഒരു 15 ദിവസമായി. ഉപയോഗിക്കാമല്ലോ, 15 ദിവസം കഴിഞ്ഞില്ലേ? ഇപ്പൊ പാല് നല്ല പാലായി കാണുമല്ലോ, കറന്ന് കളയേണ്ട ആവശ്യമില്ല. അതങ്ങനെ ഇനി ഉപയോഗിക്കാവോ, അത് നമ്മളിനി കറന്ന് അത് അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകണോ എന്നറിയുന്നതിനും കൂടെയാണ് ഞാൻ വിളിച്ചത്. അതുകൂടെ മാത്രമല്ല, പിന്നെ ഈ അടുത്ത ഇവിടേക്ക് ഈ കുത്തിവയ്പ്പ് നമ്മൾക്ക് എപ്പോൾ കൊടുക്കാൻ പറ്റും? ഇത് പാല് കറന്ന് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. സാധാരണ പശു പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള പാല് പോലുള്ള തന്നെ ആയിരിക്കും ഇതും. പാല് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ കുത്തിവെക്കുന്നത് 2 മാസത്തിനകം അതിനി മതിലക്ഷം കാണിക്കും. ആ സമയത്ത് കുത്തിവെപ്പിക്കാവുന്നതേ ഉള്ളൂ. കേൾക്കുന്നവർ പറയുന്നത് ഞാൻ ബ്ലോക്ക് പുല്ല് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ ബ്ലോക്ക് പുല്ല് കൊടുത്തത് കൊണ്ടാണോ ഇങ്ങനെ വന്നതെന്നോട് എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു മാഡം. ഒരു കാരണം വെയിലാവാം. നല്ല ചൂടുള്ള സമയത്ത് കൊണ്ട് കെട്ടിയാലും അബോർഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വെയിലത്തൊക്കെ കൊണ്ട് കെട്ടുമായിരുന്നോ?
ഇല്ല, നമ്മുടെ മുറ്റത്ത് നല്ല തണലുള്ള സ്ഥലമാണ്, പുളിയൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ താഴെ കെട്ടുന്നത്. ഇല്ല, പുല്ല് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അബോർഷൻ ആവാൻ സാധ്യതയില്ല. പക്ഷേ ചില ആഹാര സാധനങ്ങളുണ്ട് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അബോർഷൻ ഉണ്ടാവുന്നത്. ഈ കൈതച്ചക്കയുടെ ഇല അതൊക്കെ ചിലപ്പോൾ അബോർഷൻ ഉണ്ടാവാൻ സാധ്യത. അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് കൊടുത്തു. ഇല്ല, പുല്ല് കൊടുത്തുകൊണ്ട് അബോർഷൻ ആവണമെന്നില്ല. പിന്നെ ആദ്യത്തെ ആയതുകൊണ്ട്, കാരണം ചിലതിന് അബോർഷൻ ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉള്ള പശുക്കളുണ്ട്, അതാണോ എന്ന് അറിയില്ല. എന്തായാലും അടുത്ത തവണ ചന പിടിച്ചു കഴിഞ്ഞാൽ ഒരു 4 മാസം കഴിയുമ്പോൾ ഡോക്ടറെ അടുത്തൊന്ന് പറഞ്ഞ് ഇതിന് 5 മാസമായപ്പോൾ അബോർഷൻ ആയിരുന്നു ഇതാണെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധിയും ഡോക്ടർ ചെയ്തു തരും. ഓക്കെ, താങ്ക് യു. മാഡം, ഈ ചൂടുകാല സമയത്ത് നമ്മുടെ പശുക്കളെ പാർപ്പിക്കുന്ന സ്ഥലം, തൊഴുത്ത്, പാർപ്പിടം, അതിന് അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊരു തൊഴുത്തും അതുണ്ടാക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമല്ലോ. തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ തന്നെ അതിന് നല്ല വായുസഞ്ചാരം ഉള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു പകുതി മാത്രം കട്ട കെട്ടിയിട്ട് നല്ല രീതിയിൽ വായു കയറി ഇറങ്ങി പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. നല്ല പൊക്കത്തിലായിരിക്കണം തൊഴുത്ത്, ഒരു 10 അടിയെങ്കിലും പൊക്കത്തിൽ വേണം തൊഴുത്തൊക്കെ വായുസഞ്ചാരം ഉണ്ടാവാനായിട്ട്. പിന്നെ ചൂട് കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ ഫാനോ എന്തെങ്കിലും ചെയ്യാം. ചൂടിനോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി വലിയൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ വെള്ളം എപ്പോഴും അതിനകത്ത് ഒഴിച്ചുകൊണ്ടിരുന്നാൽ അത് ആവിയായിട്ട് ഹ്യൂമിഡിറ്റി ഉള്ളിലും നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വായു സഞ്ചാരം ഉണ്ടാവണം, അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ മേൽക്കൂരയിൽ തണലുള്ള സ്ഥലത്ത് ഒരു മരത്തിൻ്റെ കീഴിലുള്ള ഒരു തൊഴുത്താണ് ഐഡിയൽ, അധികം ചൂടടിക്കാതിരിക്കുന്ന രീതിയിൽ. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ എൻ്റെ പുറത്തേക്ക് വളർത്തി വിടുമായിരുന്നു. അങ്ങനെ വിടുന്നതും ഈ ചൂട് കുറയാനായിട്ട് സഹായിക്കും. പിന്നെ സീലിംഗ് ഫാനിനേക്കാൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഫാൻ വെച്ച് കാറ്റ് പോകുന്ന രീതിയിലുള്ളതായിരിക്കും നല്ലത്. എക്സോസ്റ്റ് ഫാനുകളും വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ തൊഴുത്തിനകത്ത് തന്നെ നിർത്തുന്ന പശുക്കളാണെങ്കിൽ സ്പ്രിംഗ്ലർ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. കർഷകർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ? ഫാമുകളായിട്ട് തന്നെ വളർത്തുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് പശുക്കളെ തൊഴുത്തി മാത്രം കെട്ടി ഇടുന്ന അടുത്താണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ശ്രോതാവും കൊണ്ടുകൊണ്ട് വേണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് വാസുദേവൻ നമ്പൂതിരിയാണ്. ഒറ്റപ്പാലത്ത് നിന്നല്ലേ? ഓക്കെ, വാസുദേവൻ ചോദിച്ചോളൂ. പറഞ്ഞാട്ടെ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഈ വേനൽക്കാലത്ത് കന്നുകാലികളെ കുളിപ്പിക്കേണ്ട വിധം എങ്ങനെയൊക്കെയാണ് ചൂടുന്ന് സംരക്ഷിക്കാൻ? രാവിലെ അല്ലേ സാധാരണ കുളിപ്പിക്കാറുള്ളത്? അതെ, വൈകുന്നേരം വേണോ? രാവിലെയും വൈകിട്ടും കുളിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ വേനൽക്കാലത്ത് വെള്ളത്തിനും ക്ഷാമം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് കുളിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല രീതിയിൽ രാവിലെ കുളിപ്പിക്കുക. അതിനുശേഷം ഇടയ്ക്ക് സ്പ്രിംഗ്ലർ പോലെ എന്തെങ്കിലും കൊണ്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുന്നതിനകത്ത് വലിയ പ്രാധാന്യമില്ല. പശുക്കൾക്ക് കുളിപ്പിച്ചാൽ കൂടുതൽ പാല് കിട്ടും എന്ന് പറയണോ, ശരിയാണോ? കുളിപ്പിച്ചാൽ പാല് കിട്ടും എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. പാശ്ചാത്യ നാടുകളിലൊന്നും കുളിപ്പിക്കുക എന്നുള്ളൊരു ഇതേ ഇല്ല. നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ബ്രഷ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ വീടുകളിലൊക്കെ നേരത്തെ കുളിപ്പിക്കുമ്പോൾ നല്ലോണം തൊണ്ടൊക്കെ ഇട്ട് ഉരച്ചാൽ കുളിപ്പിക്കുക. അപ്പം ശരീരത്തിലുള്ള രക്തോട്ടം കൂടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിനകത്ത് ചെയ്യുന്നത്. അപ്പം അല്ല, തണുപ്പിക്കുന്നതിന് പാലുമായിട്ട് കുറച്ചൊക്കെ ബന്ധമുണ്ട്. പക്ഷേ ഈ ചൂടുകാലത്ത് കൂടുതൽ വെള്ളം ഉപയോഗിക്കാനില്ലാത്ത അവസ്ഥയിൽ കുളിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയയൊക്കെ കൂടുതൽ അതിന് വെള്ളം ദേഹത്ത് നിന്ന് ആവിയായി പോയി അതുകൊണ്ട് ശരീരം തണുക്കുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. വെള്ളം കൊടുക്കുക, ശരീരത്തിന് വെള്ളം ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, തളിച്ചു കൊടുക്കുക. അപ്പം ആ വെള്ളം ബാഷ്പീകരിക്കുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറച്ച് കുറയും. ശരീരം തണുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ആവശ്യത്തിന് വെള്ളം എന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും കുളിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഈ കാര്യം തന്നെയാണ് ഞാനിപ്പം ചോദിക്കാൻ പോകുന്നത്. കുളിപ്പിക്കാൻ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രോതാവ് തന്നെ ചോദിച്ച്. അപ്പം മേഡം പറയുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ആ പശുവിൻ്റെ ശരീരം ഒന്ന് തണുപ്പിച്ചു കൊടുക്കുക, അതാണ് മെയിൻ എയിം. നമ്മുടെ ശരീരം തണുപ്പിച്ച് ഈ നമ്മൾ വിയർക്കുന്നതിന് പോലെ വിയർക്കാറില്ല പശുക്കൾ. അപ്പം അത് ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ കാരണം ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയും. അതിനും കുറച്ച് എനർജി ആവശ്യമാണ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. അതിന് അത്രയും തണുത്ത് ഉണങ്ങി വരണമെങ്കിൽ അത്രയും എനർജി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഉപയോഗിക്കാതെ സ്പ്രിംഗ്ലർ അങ്ങനെ എന്തെങ്കിലും ഫോഗിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ശ്രോതാവ് ചോദിച്ച മാതിരി ഇപ്പം തണുപ്പ് സമയമാണെങ്കിൽ 2 സമയം കുളിപ്പിച്ചാൽ അത് ചിലപ്പം പ്രശ്നം തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യത വരും. അപ്പോൾ അത് ഡയറക്റ്റായിട്ടൊരു മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പാലുൽപാദനത്തിന് ഡയറക്റ്റായിട്ട് ഒരു കണക്ഷൻ അതിൻ്റെ അകത്ത് കാണുന്നില്ലല്ലേ? കുളിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയ തന്നെ നമ്മുടെ നാട്ടിലാണ് കൂടുതലായിട്ടുള്ളത്. പാശ്ചാത്യ നാടുകളിലൊക്കെ ബ്രഷിങ് മാത്രമേ ഉള്ളൂ. ബ്രഷ് കൊണ്ട് ഉപയോഗിച്ച് അതിന് ശരീരത്തെ അഴുക്ക് പോവുക, പിന്നെ രക്തോട്ടം നല്ല രീതിയിൽ വരിക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് കുറച്ച് തണുപ്പിക്കുക എന്നുള്ളൊരു ഐഡിയ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. വെറുതെ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുന്നതിലും അർത്ഥമില്ല. അത് രക്തസഞ്ചാരം
ആഹാരമൊക്കെ ഉരയ്ക്കുമ്പോൾ ഒന്ന് കൂടി അവരുടെ ഒരു ടോട്ടൽ ഹെൽത്ത് അവർക്കൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഒരു ഫീൽ ഗുഡ് ഫാക്ടർ തന്നെ ആണെന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. വേണം നമ്മൾ ഈ കുത്തിവെപ്പിനെ കുറിച്ച് നമ്മുടെ കുറച്ച് ശ്രോതാവ് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വേനൽക്കാല സമയത്ത് അപ്പം കുത്തിവെപ്പ് എടുക്കണമെങ്കിൽ ആ സമയം ശ്രദ്ധിക്കേണ്ട വല്ലതും കാര്യങ്ങളുണ്ടോ? ഹീറ്റിൽ വരുമ്പം തന്നെ പോയി കുത്തിവെപ്പ് എടുത്താൽ പ്രശ്നമുണ്ടോ? പൊതുവേ വേനൽക്കാലത്താണ് പശുക്കൾക്ക് ചന പിടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത്. ബാക്കി എല്ലാ സമയത്തും ഉള്ളതുപോലെ തന്നെ കൃത്യസമയത്തുള്ള ഇൻസെമിനേഷൻ ഒരു പ്രധാന ഘടകമാണ്. എൻ്റെ പശുവിനെ വളർത്തുന്നവരെ തന്നെ അറിഞ്ഞിരിക്കണം എത്ര നേരം ഹീറ്റ് നിൽക്കും, അതൊക്കെ കണക്കാക്കി തന്നെ വേണം കുത്തിവെക്കാനായിട്ട്. ഒരു ശ്രോതാവും ഉണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? രാധാകൃഷ്ണൻ ജി ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം. ഞാനേ എനിക്ക് ഒരു നാൽക്കുട്ടിയുണ്ട്, ഒരു 2.5 വയസ്സ്. അത് ഇപ്പം ശനിയായി 7 മാസമായി ശനിയായി. ഈ വെയിലം കൊണ്ടായപ്പോഴത്തേക്ക് ചാണകത്തോടൊപ്പം രക്തത്തിന്റെ ഭയം കാണുന്നു. അത് ഈ ചൂടുവെള്ളത്താണോന്ന് അറിയാൻ വേണ്ടിയാ. ഇല്ല, അത് ചൂടുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. അത് വയറിളകി പോകുന്നുണ്ടോ? ഇല്ലില്ല, മലമുറി തന്നെ ആവും. കൂടുതലായിട്ട് രക്തത്തിന്റെ അംശം ഉണ്ടോ? ചെറുതായിട്ടേ ഉള്ളൂ. ഈ ലെയറായിട്ടാണല്ലോ ബ്ലഡിന്റെ അംശം. ഡൗട്ട് എന്തോ അറിയാം. അത് ചാണകം ഒന്ന് പരിശോധിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. ലാബിൽ കൊടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. ചിലപ്പോ എന്തോ സർക്കാർ മൃഗാശുപത്രികളിൽ അന്വേഷിച്ചാൽ മതിയാവും. സ്ഥലം ഏതാണെന്നാണ് പറഞ്ഞേ? ഇത് പിന്നെ ക്ലാപ്പനയാ, മൃഗാശുപത്രി ക്ലാപ്പനല്ല, മൃഗപുരി. മൃഗാശുപത്രിയിൽ നിന്ന് അന്വേഷിച്ചായിട്ട് ലാബ് എനിക്ക് എല്ലാ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലും ഉള്ള മൃഗാശുപത്രിയിൽ VPCകളിൽ ലാബ് ഉണ്ടാവാറുണ്ട്. ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ലാബുണ്ട്. ഒന്ന് അന്വേഷിച്ച് അടുത്തുള്ള മൃഗാശുപത്രി എവിടെയാണെന്ന് വെച്ചാൽ അവിടെ അന്വേഷിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. തൽക്കാലം മരുന്ന് കൊടുത്താൽ ചിലപ്പോൾ ചില തീറ്റയിൽ നിന്നും ഇതുപോലെ വരാം, ചോരയുടെ അംശം വരാം, ചിലപ്പോൾ എന്തെങ്കിലും വിരയുടെ പ്രശ്നം കൊണ്ടും വരാം. പിന്നെ വയറിളക്കവും വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും അല്ലാത്ത രീതിയിൽ വേറെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാൻ സാധ്യത കുറവാണ്. കൂടുതലായിട്ടുണ്ടെങ്കിൽ ചാണകം പരിശോധിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. 1 മാസം കൊണ്ട് സ്ഥിരമായിട്ടുണ്ടോ? ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. മതിയാവും. ഓക്കെ, താങ്ക് യു. മേഡം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ കുത്തിവെപ്പ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചൂട് സമയത്ത് കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അബോർഷനൊന്നും ആവാതിരിക്കാൻ വേണ്ടി അത് അധികം ചൂടുള്ള സമയത്ത് കൊണ്ട് കെട്ടാതിരിക്കുക, എപ്പോഴും വെള്ളം അതിന് അവൈലബിൾ ആയിട്ട് കൊടുക്കുക. പിന്നെ കുത്തിവെച്ച് കഴിഞ്ഞാൽ കഴിവതും രാവിലെയും വൈകിട്ടും ചൂടധികം ഇല്ലാത്ത സമയത്ത് കുത്തിവെക്കാൻ ശ്രദ്ധിക്കുക. അത് കുത്തിവെച്ച ശേഷം ഒന്ന് തണുപ്പിച്ച് നിർത്തുക. ദേഹത്ത് വെള്ളമൊക്കെ ഒഴിച്ചോ അല്ലെങ്കിൽ നനഞ്ഞ ചാക്ക് ഇട്ടോ ഒന്ന് തണുപ്പിച്ച് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ മേഡം സൂചിപ്പിച്ച മാതിരി ചൂട് അധികം ഉള്ളപ്പം അബോർഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അതിന്റെ ജീവനുള്ള ഭീഷണി പോലെ തന്നെ അബോർഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചൂടുകാലത്ത് വെളിയിൽ കെട്ടാതിരിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഈ വാക്സിനേഷനെ കുറിച്ചാണ്. നമ്മൾ വാക്സിനേഷൻ എടുക്കാറുണ്ടല്ലോ, കന്നുകാലികൾക്കെല്ലാം വാക്സിനേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് വാക്സിനേഷൻ ചെയ്യുമ്പം അത് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അധികം സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പശുക്കൾക്ക് സാധാരണ നമ്മൾ കുളമ്പ് രോഗത്തിനെതിരെയും ചർമ്മമുഴ രോഗത്തിനെതിരെയുള്ള വാക്സിനേഷനാണ് ക്യാമ്പയിനായിട്ട് ചെയ്തു വരുന്നത്. അത് 6 മാസം കൂടുമ്പം ഉള്ള കാലയളവിലാണ് എടുക്കുന്നത്. അല്ലാതെ ഒരു റെഗുലർ വാക്സിനേഷൻ, ഈ ചൂട് തന്നെ ഒരു സ്ട്രെസ്സാണ്, ആ സമയത്ത് അധികം വാക്സിനേഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചെയ്യുന്നെങ്കിൽ തന്നെ തണുപ്പുള്ള സമയത്ത് രാവിലെയും വൈകിട്ടുമായിട്ട് ചെയ്യാം. അപ്പം പൊതുവേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സ്പെഷ്യലായിട്ടൊന്നും നോക്കാനില്ല. ഇല്ല, വാക്സിനേഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഔട്ട് ബ്രേക്ക് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്തെങ്കിലേ പറ്റൂ. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തണുപ്പുള്ള സമയത്ത് ചെയ്യാം. ഇപ്പം ചൂട് സമയത്ത് എന്തായാലും പശുക്കളെ നമ്മൾ പരിചരിക്കുമ്പം വാക്സിനേഷൻ ഉണ്ട് അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ജാഗ്രത പാലിച്ച് തന്നെ ചെയ്യണം. പാർപ്പിടത്തിൻ്റെ അകത്തും സ്പെഷ്യലി അവരെ ഒന്ന് തണുപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ പൊതുവേ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ വെള്ളം കൊടുക്കുമ്പോൾ വേണം, ആദ്യം സൂചിപ്പിച്ചായിരുന്നു, ശ്രോതാവും പറഞ്ഞായിരുന്നു, നമ്മൾ ഈ സോഡ ഇട്ട് കൊടുക്കണം. കോഴികൾക്കൊക്കെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്, മിനറൽ മിക്സ്ചറൊക്കെ അതിൻ്റെ അകത്ത് വെള്ളത്തിലിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കന്നുകാലികൾക്കും ഈ കാര്യം ചെയ്യാൻ സാധിക്കും. മിനറൽ മിക്സ്ചർ തീർച്ചയായിട്ടും ചൂട് സമയത്ത് കൊടുക്കണം. പിന്നെ പശുക്കളുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് അതിനൊരു റൂമിൽ ചെന്നിട്ട് അയവെട്ടി ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പം അതിൽ ആ റൂമൻ എന്ന് പറയുന്ന സാക്കിനകത്ത് ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട്. ആ സൂക്ഷ്മാണുക്കൾ നിലനിൽക്കണമെങ്കിൽ ഒരു ചെറിയ രീതിയിലൊരു അമ്ലത്വം വേണം. അത് കിട്ടുന്നത് ശരിക്കും നമ്മുടെ ഉമിനീരിൽ കൂടാണ്.
പശുക്കൾ ചവയ്ക്കുമ്പം ആയ വെട്ടി ചവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉമിനീരിൽ കൂടാണ് ഈ ആൽക്കലിനിറ്റി കിട്ടുന്നത്. ആൽക്കലിനിറ്റി കിട്ടുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഈ ചൂട് സമയത്ത് കൂടുതൽ ഉമിനീര് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഈ ആൽക്കലിനിറ്റി കുറവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അസിഡോസിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാനും ദഹനത്തിന് പ്രശ്നം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഡാപ്പൊടി കൊടുക്കണം എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഉമിനീര് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡൊക്കെ ആൽക്കലിനിറ്റി കൂടാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ദഹന പ്രക്രിയയൊക്കെ നല്ലപോലെ നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള കാര്യം. ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? സർ ഞാൻ പ്രശാന്താണ്, പത്തനംതിട്ടയിൽ നിന്ന്. പ്രശാന്ത് ജി ചോദിച്ചോളൂ ഡോക്ടർ ശുഭായുടെ അടുത്ത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഞാൻ ആദ്യമായിട്ട് പശു വളർത്തൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അപ്പോ ഞാനന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം പശുക്കള് ഈ പച്ചവെള്ളം അങ്ങനെ അധികം കുടിക്കുന്നില്ല. ഞാൻ ഈ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ കൊടുക്കുന്നത് രാവിലെയും വൈകിട്ടും ആക്കണം. ഉച്ചയ്ക്ക് അതിന് പച്ചവെള്ളം തന്നെ കുറച്ചൊന്ന് വെച്ച് കൊടുത്ത് നോക്കിയാട്ടെ. ചൂട് കൂടുതലുള്ളപ്പോൾ പതുക്കെ കൊടുത്ത് ശീലിച്ചോളും. ഓക്കെ മാഡം. അപ്പോൾ നമുക്ക് ഈ പാലിനായിട്ട് നമ്മൾ ഈ പെല്ലറ്റും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അല്ലാതെ കുഴച്ച് കൊടുക്കുന്നതാണോ ബെറ്റർ, അതോ വെള്ളത്തിൽ കൊടുക്കുന്നതാണോ ബെറ്റർ? തീർച്ചയായിട്ടും കുഴച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് പാല് കൂടുന്നത്. അതിന് ശരിക്ക് അത് ദഹിച്ച് വരണമെന്നുണ്ടെങ്കിൽ കുഴച്ച് വെച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പതുക്കെ ശീലിപ്പിച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ. പതുക്കെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുഴച്ച് വെച്ച് കൊടുക്കുന്ന രീതിയിൽ ശീലിപ്പിക്കുക. ഇതോടൊപ്പം ഇപ്പൊ എല്ലാവരും ചക്കമടലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ദഹനത്തിന് എന്തെങ്കിലും വ്യത്യാസം? പ്രാദേശികമായിട്ട് കിട്ടുന്ന തീറ്റ കൊടുക്കുന്നതാണ് നമുക്ക് തീറ്റ ചെലവ് കുറയ്ക്കാൻ എപ്പോഴും നല്ലത്. പക്ഷേ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഏതൊരു തീറ്റയായാലും പതുക്കെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഒരു ഏറെ ചക്ക ഒരു നേരം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അതിന് ദഹനക്കേട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് മുറിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറിയ അളവിൽ കൂട്ടി കൊടുക്കും. അതെ. ഓക്കെ മാഡം. ഓക്കെ, താങ്ക് യു. ഓക്കെ പ്രശാന്ത്, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ ഈ കർഷകർ നേരിടുന്ന ഈ ഒരു പ്രധാന പ്രശ്നങ്ങളും കൊണ്ട് തീറ്റ അവർ ചിലപ്പം അവൈലബിൾ ആവുന്ന സാധനം ഒന്നിച്ചങ്ങ് കൊടുക്കാറുണ്ട് പശുക്കൾക്ക്. ഇപ്പം ചക്കയുടേതാണെങ്കിൽ അപ്പോൾ അത് തന്നെ അങ്ങ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴും പശുക്കൾക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. പശുക്കളുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളാണ് ഈ സാധനത്തിനെ, ഈ പുല്ലിനെയൊക്കെ ദഹിപ്പിക്കുന്നത്. സൂക്ഷ്മാണുക്കളുടെ നിലനിൽപ്പ് നമുക്ക് നോക്കണം. പെട്ടെന്നുണ്ടാകുന്ന എന്ത് ചേഞ്ചും ഈ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കും. അതുകൊണ്ട് പതുക്കെ പതുക്കെ വേണം തീറ്റയിൽ എന്ത് ചേഞ്ചും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുപോകണം. പിന്നെ ചിലർ ഈ ഖരാഹാരം അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ഫീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വിചാരിക്കും അത് അധികം കൊടുത്താൽ പാലുൽപാദനം അധികം വരും. അപ്പം പുല്ലല്ലെങ്കിൽ വൈക്കോലൊക്കെ ചിലപ്പം ചിലർ മാറ്റി വെക്കാറുമുണ്ട് കിട്ടത്തില്ലെങ്കിൽ. പക്ഷെ അത് ഒരു തെറ്റായ പ്രവണതയാണ്. തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള പ്രവണതയാണ്. എല്ലാം വേണം. ഇത് ഖരാഹാരവും വേണം, പുല്ലും വേണം, വൈക്കോലും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഉൽപ്പാദനം പശുവിൻ്റെ ആരോഗ്യത്തിനും നല്ലതാവുകയുള്ളൂ. ഒരു ബാലൻസ്ഡ് ആയിട്ട് ഉള്ള കാര്യം വേണം. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ. ഹലോ. ആരാണ് സംസാരിക്കുന്നത്? ശ്രീകലയെന്ന് പറഞ്ഞ ഒരാളാണ്. പറഞ്ഞോളൂ മാഡം, എന്തുവാണ് ചോദിക്കുന്നത്? ഈ സൈലേജ് കൊടുക്കുന്നതുകൊണ്ട് പശുക്കൾക്ക് ദോഷം വല്ലതും ഉണ്ടോ? സൈലേജ് കൊടുക്കുന്നത് കൊണ്ട് ദോഷമില്ല. സൈലേജ് തീർച്ചയായിട്ടും പുല്ല് അധികം ഇല്ലാത്ത സമയത്ത് നമ്മൾ പുല്ലിൻ്റെ അച്ചാറെന്ന് വേണമെങ്കിൽ സൈലേജിനെ വിശേഷിപ്പിക്കാം. പുല്ല് കൂടുതലുള്ള സമയത്ത് നമ്മൾ സൂക്ഷിച്ച് കുറവുള്ള സമയത്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനുള്ളിൽ അണുബാധയൊന്നും ഇല്ലാതിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. അത് ശരി. അതെങ്ങനെ പിന്നെ നല്ലപോലെ വൃത്തിയായിട്ട് വെക്കണം? സൈലേജ് നമ്മൾ സ്വയം ഉണ്ടാക്കുകയാണോ അതോ വാങ്ങിച്ചു കൊടുക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്? വാങ്ങിച്ചു കൊടുക്കുന്നത്. നല്ല സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നേ ഉള്ളൂ. ചൂടുകാലത്ത് നല്ലതാണ്. പച്ചപ്പുല്ലിന് പകരമായിട്ട് നമുക്ക് കറവപ്പശുക്കൾ കൊടുക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾക്ക് പശു കണ്ടത്തിലാ പോയി തിന്നുന്നത്. കണ്ടത്തിൽ പോയി കഴിച്ചേക്ക് വരുന്ന പശു ആ പോച്ചയും കൊണ്ടിടുന്നുണ്ട്. ആവശ്യം പോലെ പോച്ചയുണ്ട്. സൈലേജ് ശരിക്കും പുല്ലിന് പകരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കിട്ടുന്നത് സബ്സിഡിയിൽ കിട്ടുന്നതല്ലേ, അത് കൊടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പച്ചപ്പുല്ലിൻ്റെ ലഭ്യത കുറവുള്ളിടത്താണ് സൈലേജിൻ്റെ ഉപയോഗം വരുന്നത്. പിന്നെ നല്ല ഗുണമേന്മയുള്ള പുല്ലുകളാണ് സൈലേജ് ചെയ്യുന്നതാണ്. ചോളത്തിൻ്റെയൊക്കെ പുല്ലാണെന്നുണ്ടെങ്കിൽ അത് കറവപ്പശുക്കൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനകത്ത് വായു കിടക്കാത്ത രീതിയിൽ സൂക്ഷിച്ചടച്ചതായിരിക്കണം എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. കൊടുക്കുന്നതും ദോഷമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.
സൈലേജ് ഇവിടെ പൊതുവായ കർഷകർ യൂസ് ചെയ്യാറുണ്ടോ? ഇതുപോലെ സബ്സിഡികളിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്, ഇപ്പം വന്നേ ഉള്ളൂ. ഉപയോഗിക്കുന്നത് കുറവാണ്. നമുക്ക് ഒരു നല്ല വേനൽ മഴ കിട്ടിയാൽ പുല്ലിന് ബുദ്ധിമുട്ട് വരുന്നില്ല, അതുകൊണ്ട് കൂടുതലായിട്ട് വരുന്നില്ല. പക്ഷേ സൈലേജ് നല്ലതാണ്. ഈ മെയ്സിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറവ പശുക്കൾക്ക് കറവ തുടങ്ങുന്ന കാലയളവിൽ കൊടുക്കാമെങ്കിൽ വളരെ നല്ലതാണ്. ഈ സൈലേജ് പശ നമ്മൾ കൊണ്ടുവന്നാലും അത് വീട്ടിൽ സൂക്ഷിക്കുമ്പോഴും കുറച്ച് ശ്രദ്ധ വേണം അല്ലെ? അതിനകത്ത് കുമിളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഫാമിലുള്ളതുപോലെ വലിയ പിറ്റിലല്ലല്ലോ, ഇതിപ്പം സൈലേജ് ബാഗിനകത്താണ് കൊണ്ടുവരിക. അപ്പം 3-4 പശുക്കളുള്ള ഒരു വീട്ടിലേക്ക് ഒരു ബാഗ് കൊണ്ടുവന്നാൽ കുറച്ച് ദിവസം കൊണ്ട് തീർന്നു പോകും. അതേ ഉള്ളൂ, അല്ലാതെ ഒരു പശുക്കൾക്കായിട്ടൊക്കെ കൊണ്ടുവന്നാൽ കൂടുതൽ നാൾ ഉപയോഗിക്കുന്നില്ല. അത് തന്നെ, അധികം നാൾ സ്റ്റോർ ചെയ്യാനും ഇത് പറ്റത്തില്ല, അതിനൊരു പ്രശ്നം വരും. ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ ഹലോ, ആരാണ്? ആലപ്പുഴ കൃഷ്ണപുരത്തുനിന്ന് വിളിക്കുന്ന ഒരു കാര്യം ചോദിക്കാനായിരുന്നു സാറിനോടെ. ചോദിച്ചോളൂ. പറഞ്ഞാട്ടെ. സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു കാര്യം, ഞാൻ കാടുണ്ടായിരുന്നു. അപ്പൊ ഈ ആടിനെ ചന പോയ സമയത്ത് ഈ വയറിങ്ങനെ വീർത്തിരുന്നു. വീർത്തിരുന്നപ്പോ ഞങ്ങൾ വിചാരിച്ച് ആടിന്റെ കുട്ടികളായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നപ്പം കൊഴുപ്പാണ്. അപ്പൊ ഇതിന് ഇങ്ങനെ വരുന്നതാണ് നമ്മൾ എന്താ മരുന്ന് ചെയ്യേണ്ടത്? ചന ഇല്ലായിരുന്നു അല്ലേ? ചന ഇല്ല, ചന പോയതിനു ശേഷം ഞങ്ങൾ വീണ്ടും ചേർപ്പിച്ച് ഇതുപോലെ ചനയാണെന്ന് പറഞ്ഞ് കാത്തിട്ട്, പക്ഷെ അങ്ങ് വയറ് വലിയ വീർപ്പായിരുന്നു. അപ്പൊ അങ്ങനെ അവസാനം അതിനെ കൊടുക്കേണ്ടി വന്നു. അതിന് നമുക്ക് പറയാനില്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം സാറേ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ? 5 മാസം വരെ നോക്കി നിന്നിട്ടാണോ വിറ്റത്? 5 മാസം കഴിഞ്ഞാ വിറ്റത്. അത് സ്ഥിരമായിട്ട് ഹീറ്റി വരുന്ന ആടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലവണ്ണം തീരുന്ന ആടുകളൊക്കെയാണ്. ഇങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം സാറ്? പ്രസവിച്ച ശേഷം പിന്നെ അതോ ചന പോയിട്ടാണോ ഇങ്ങനെ ഉണ്ടായത്? ചന പോയതിനു ശേഷം കൊഴുപ്പ് അഴിഞ്ഞ് ഇങ്ങനെ ഒരു 10-15 കിലോ വെയിറ്റുള്ള ആടായിരുന്നു. ഒരു തവണ ചനയായി, ചന അഴിഞ്ഞു പോയി, അബോഷനായി. ഒരു തവണ ചനയായി അതങ്ങ് പോയി. നമ്മൾ വീണ്ടും കഷ്ടപ്പെട്ട് കൊണ്ടുപോയി ചന ആണെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. പക്ഷെ പിന്നീട് ഇങ്ങനെ കാണുന്നു. നമുക്ക് ആടുകൾക്ക് പ്രസവം അല്ലെങ്കിൽ ഗർഭിണിയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 4 മാസം കഴിഞ്ഞിട്ട് വയറ് നോക്കുക അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കുക മാത്രമേ ചനയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 4 മാസമാണല്ലേ? സ്കാൻ ചെയ്ത് നോക്കാനാണെങ്കിൽ അതിന് മുമ്പ് ചെയ്യാൻ പറ്റും. 2 മാസം 2.5 മാസം ആകുമ്പോൾ തന്നെ സ്കാൻ ചെയ്യാൻ പറ്റും. അല്ലാതെ നോക്കണമെന്നുണ്ടെങ്കിൽ അല്ലാതെ അറിയാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിലും ഒരു 3.5-4 മാസം കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റുള്ളൂ. നമസ്കാരം. ഈ നമ്മുടെ ഇപ്പം ആട് വളർത്തൽ നിർത്തിയെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ പശുക്കുട്ടികൾ, കിടാക്കൾ, ഈ സമയത്ത് അവർക്ക് പ്രത്യേകമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? പശുക്കൾ ഉള്ള പോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ വെയിലത്ത് കൊണ്ട് കിട്ടുന്നതൊക്കെ സംബന്ധിച്ച്. പിന്നെ പശുക്കുട്ടികൾക്ക് ഉൽപ്പാദനം എന്നുള്ള കാര്യം നമ്മൾ നോക്കാത്തത് കൊണ്ട് പക്ഷേ അതിൻ്റെ വളർച്ചയും ബാധിക്കാറുണ്ട്. കൂടുതലായിട്ട് ചൂട് കൂടുന്ന സമയത്ത് അതിൻ്റെ വളർച്ചയും ബാധിക്കാറുണ്ട്. സാധാരണ ഇത് എല്ലാത്തിനും ഒരേപോലുള്ള ശ്രദ്ധ തന്നെ നോക്കുക. തീറ്റ രാവിലെയും വൈകിട്ട് ആക്കുക, പച്ചവെള്ളം ആവശ്യത്തിന് കുടിക്കാൻ കൊടുക്കുക, ഇതൊക്കെ ചെയ്യാൻ പറ്റും. വെയിലത്ത് കൊണ്ട് കെട്ടാതിരിക്കുക. എസ്പെഷ്യലി കൊച്ചുകുട്ടികളാവുമ്പം അവർ ഇച്ചിരി കൂടെ സസെപ്റ്റബിൾ ആയിരിക്കും, പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടും. ഡോക്ടർ ശുഭ പരമേശ്വരൻ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ സംശയങ്ങൾക്ക് പരിഹാരം കണ്ടുകൊടുത്ത് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി. കന്നുകാലികളുടെ വേനൽക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ സീനിയർ വെറ്റിനറി സർജനായ ഡോക്ടർ ശുഭ പരമേശ്വരൻ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനമാണ് കേട്ടത്. സ്റ്റുഡിയോയിൽ ഡോക്ടർ ശുഭ പരമേശ്വരനൊപ്പം ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. വയലും വീടും സമാപിക്കുന്നു.